11 മാസത്തോളം മല കൂമ്പാരം പോലെ നമ്മൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കറയെ മായ്ച്ചു കളയാനാണ് പരിശുദ്ധമായ റമദാൻ അല്ലാഹു തആല നമുക്ക് തന്നത്. ആ പരിശുദ്ധമായ മാസത്തിൻ്റെ പകുതി മദ്യം പടച്ച തമ്പുരാന് നാഥന് പാപമോചനത്തിനായിട്ട് മാത്രം മാറ്റിവെച്ചു. ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ മനുഷ്യർ ഈ ചെയ്തു കൂട്ടുമ്പോൾ എന്തിനധികം ഇതര മതസ്ഥർക്ക് പോലും വൈശാഖ് എന്നുള്ള ഒരു ഹൈന്ദവ സുഹൃത്ത് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒന്ന് പോയി കേട്ടോക്കി. ആക്ച്വലി കറാമയിൽ വരുന്ന ഓരോരുത്തരും ഇതെന്ത് മാസമാണെന്ന് പോലും അറിയാതെയാണ് പലതും പെരുമാറുന്നത്. എനിക്ക് പല വീഡിയോസും കാണുമ്പോൾ തോന്നുകയാണ് ഇതിനാണ് ഈ പുണ്യമാസത്തിൽ ആ മാസത്തിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തുന്നത്. എനിവേ കറാമയിൽ വരുന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ഇരുത്തി ഒന്ന് ചിന്തിക്കുക. ശരിയാണ്, നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഈ പറയണ ഇന്ത്യയിൽ നിന്ന് കേൾക്കണം നിങ്ങളിൽ നിന്നൊക്കെ തെറ്റുകൾ സംഭവിച്ചു പോകും. പക്ഷെ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ. എൻ്റെ വീടിൻ്റെ നേരെ അടുത്ത് ഒരു ഹൈന്ദവ വീടാണ്. ഇശാ മഗ്‌രിബിക്കിടയിൽ അവരെന്നും ടി വി കാണുന്ന ആ വീട്ടിൽ റംസാൻ മാസത്തിൽ ടി വി കാണൂല. ചോദിച്ചു നോക്കിയപ്പോൾ എന്താ പറഞ്ഞതെന്ന് അറിയോ? റംസാനൊക്കെ അല്ലേ ആ ടൈമിൽ മുസ്ലിമീങ്ങൾ കൂടുതൽ ആരാധനയിലും മുഴുങ്ങണ സമയമല്ലേ എന്ന്. ഇത്തരത്തിൽ ഇതര മതസ്ഥർക്ക് പോലും റെസ്പെക്റ്റാണ് പരിശുദ്ധമായ റമദാൻ മാസം. എന്നിട്ട് നമ്മൾ ഈ പേരും വെച്ചിട്ട് കണ്ണി കണ്ട പേക്കൂത്തുകൾ ചെയ്ത് കൂട്ടുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. നാളെ അള്ളാൻ്റെ കോടതിയിലെത്തുമ്പോൾ ഞാനും നിങ്ങളൊക്കെ നരകാവകാശിയാണ് എന്ന് അറിയുമ്പോൾ നമ്മൾ പടച്ചോനോട് തിരിച്ചു ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട്. പടച്ചോനെ ഞാൻ നോമ്പ് പറ്റിയെന്നല്ലോ നിസ്കരിച്ചിരുന്നല്ലോ. അപ്പോൾ പടച്ചോൻ തിരിച്ചു പറയേണ്ട ഒരു മറുപടി ഉണ്ട്. ശരിയാണ്, നിങ്ങളൊക്കെ ചെയ്തിരുന്നല്ലോ, പക്ഷേ ഒക്കെ കളി തമാശയല്ലായിരുന്നു എന്ന്. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഇടക്കിടക്ക് എടുത്തെടുത്ത് പറയുന്നുണ്ട്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കും. സ്വയം ശരീരത്തെ നാം സ്വയം തന്നെയായിട്ട് വെറുതെ നാശത്തിലേക്ക് വലിച്ചിടല്ലേ. ഇൻഷാ അല്ലാഹ്.